ഈ കോട്ടിൽ ഞാൻ സൂചിപ്പിക്കാം റെഷീം ചേഞ്ച്. എവ്രി വൺ വാസ് ടോക്കിംഗ് അബൌട്ട് റെഷീം ചേഞ്ച്. US-ഉം ഇസ്രായേലും റെഷീം ചേഞ്ച് വേണം എന്നാണ് പറയുന്നത്. സോ റെഷീം ചേഞ്ച് എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഡെമോക്രസിയെ ഇൻസ്റ്റാൾ ചെയ്യാനാണോ? ഒരിക്കലും അല്ല. ഈ ട്രംപിനെയും അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെയും പോളിസീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ രാജ്യത്ത് തന്നെ അവർ ആൻറ്റി ഡെമോക്രാറ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന 2 ലീഡേഴ്സാണ്. സോ അവർക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു മോറൽ റെസ്പോൺസിബിലിറ്റി ഡെമോക്രസിയെ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയോടുകൂടി ഇറാനെ സമീപിക്കാം? അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതൊരു വിയേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാർ ഫ്രം റിയാലിറ്റി ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. മേ ബി അവർ അത് ഈസി ആയിട്ട് കരുതിയിട്ടുണ്ടാവാം. പക്ഷേ ഇറാൻ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇറാൻ്റെ രീതികൾ വളരെ വ്യത്യസ്തമാണ്. അത് അത്രയും വീക്കായിട്ടുള്ളൊരു രാജ്യമല്ല. ഒരു ദിവസം നിങ്ങൾ പോയി സുപ്രീം ലീഡറെ അസാസിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറാൻ്റെ റെഷീം കൊളാപ്സ് ആയി പോകത്തില്ല. കാരണം ഇറാൻ്റെ റെഷീം ഐഡിയോളജിക്കലി അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് ഐഡിയോളജി അല്ലെങ്കിൽ ഒരു റെവല്യൂഷണറി ഐഡിയോളജിയുടെ ഭാഗമായി 30-40 വർഷത്തോളം സർവൈവ് ചെയ്തിട്ടുള്ള ഒരു റെഷീമാണ്. സോ അത് അത്ര ഈസി അല്ല. സോ ഈ ഒരു അസാസിനേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെ ലീഡറെ പെട്ടെന്ന് ഒരു ദിവസം എന്താ പറയുക ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തുകയും അങ്ങനെ ഇറാനിലെ ജനങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇറാനിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ഡെമോക്രാസി നേടിക്കൊടുക്കുകയാണ്. സോ വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് സോവറിനിറ്റി? രാജ്യങ്ങൾ എന്താണ് ഇപ്പോൾ? പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എന്താണ് ഇതിൻ്റെ മോട്ടീവ്? അതായത് ഡെമോക്രസി എന്നുള്ളത് ഒരിക്കലും മോട്ടീവ് ആകാനുള്ള സാധ്യതയില്ല. വേണു സാറ് പറഞ്ഞതുപോലെ തന്നെ പ്രോ ഇസ്രായേലി ആയിട്ടുള്ള ഒരു ഭരണകൂടം അവർക്ക് അവിടെ ആവശ്യമുണ്ട്.